എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെന്റെ ശബ്ദം ശ്രവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പരിസരത്തുണ്ട് എന്ന് ഞാൻ അറിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്ക്, പടച്ച തമ്പുരാന് നമുക്ക് തന്ന ആരോഗ്യവും സമയവും സന്ദർഭവും സാഹചര്യങ്ങളും ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും മഹതികളും മഹാന്മാരും പടച്ച തമ്പുരാൻ എത്ര വലിയ നന്ദിയാണ് അവർ ചെയ്തിട്ടുള്ളവർ. അവർ ജീവിച്ച അധ്വാനത്തിന്റെ പർവ്വങ്ങൾ, അവർ പേറിയിട്ടുള്ള പ്രതിസന്ധികളുണ്ടല്ലോ. ആ പ്രതിസന്ധികൾ ഇന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവര്. പടച്ചവനോട് നന്ദി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും നാളെ? നമ്മളൊക്കെ വീമ്പളൊക്കെ ഉസ്താദ്, ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്തവനാണ്. ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളാ. ഉസ്താദ് ഉദ്ദേശിക്കുന്നവരൊന്നുമില്ല, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ അവസാനത്തെ സമയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മുടെ ഇബാദത്ത് കൊണ്ട് മാത്രം എന്തെങ്കിലും നമുക്ക് നാളെ കിട്ടുമോ. അതൊക്കെ പടച്ചവൻ നൽകിയിട്ടുള്ള, ഈ വാക്കൊന്ന് ഓർമ്മ നോക്കണേ, അവസാനം ആവശ്യം വരും. പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടത് പരിണമിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അവസാനം ഒരു പരിശോധന നടത്തി നമുക്ക് ദ്വാരക്കാം. അതുകൊണ്ടൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. പടച്ചവന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റൂല. അള്ളാഹു തആല വേണ്ടതുപോലെ പടച്ചവന്റെ മുന്നിൽ അധ്വാനിക്കാനുള്ള മനസ്സും സാഹചര്യവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചെറിയ വിഷയമില്ല അള്ളാഹുവിന്റെ മുന്നിലുള്ള നന്ദി. ആ നന്ദിയുടെ ഒരൽപ്പം അംശം ആത്മാർത്ഥമായി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇഖ്ലാസോടെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, പല സീരിയലുകളും കണ്ടിട്ട് നിങ്ങൾ കണ്ണുനീര് നിങ്ങളുടെ സാരി തുമ്പുകൊണ്ട്, നിങ്ങളുടെ ഷാളിന്റെ തുമ്പുകൊണ്ട് ആരും കാണാതെ ഇങ്ങനെ തുടച്ചിട്ടുണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. പല സീരിയലിലും ആവിഷ്കരിച്ചിട്ടുള്ള ആ രംഗങ്ങൾ, വേദനയുള്ള രംഗങ്ങൾ, പല രംഗങ്ങൾ, മനസ്സിനെ തപിക്കുന്ന, ചുണ്ടുകൾ വിറങ്ങലിച്ചു പോകുന്ന, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ആ രംഗങ്ങൾ കണ്ടിട്ട് പല ഉമ്മമാരും സഹോദരിമാരും മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട സമയത്ത് ആ ടെലിവിഷന്റെ മുന്നിൽ തസ്ബീഹ് മാലയ്ക്ക് പകരം റിമോട്ട് കൺട്രോളും കയ്യിൽ വെച്ചുകൊണ്ട് ഉമ്മാമാരടക്കം പ്രായമുള്ള വാർദ്ധക്യ അവസ്ഥ ചെയ്യുന്ന പാവപ്പെട്ട ഉമ്മമാരടക്കം എല്ലാവരും അതിന്റെ മുന്നിൽ തപസ്സുരിക്കുന്ന വല്ലാത്ത ദുരന്തപൂർണമായ അപകടകരമായ സമീപനങ്ങളിലൂടെയാ മുന്നോട്ട് പോകുന്നത്. ഞാനൊന്ന് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ ലൈൻ പൊട്ടിയപ്പോ നീ പ്രേമിക്കുന്ന പെണ്ണ് നിന്നെ ആവശ്യമില്ല എന്നൊരു പ്രഭാതത്തിൽ നിന്നോട് പറഞ്ഞപ്പോ നീ എത്ര ദിവസം ഭക്ഷണം കഴിച്ചില്ലടാ പൊന്നുമോനെ? നീ ആരും കാണാതെ എത്ര നേരം നീ കരഞ്ഞു? നീ ആരും കാണാതെ നീ വിഷാദമോഹനായി നീ നടന്നു? എത്ര ദിവസം നീ ഭക്ഷണം കഴിച്ചിട്ട് നിനക്ക് ഭക്ഷണത്തിൽ രുചി തോന്നിയിട്ടുണ്ടോ? ഒന്നോരാലോചിച്ചു നോക്ക്. കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്ന പടച്ച തമ്പുരാന്റെ മുന്നില് ഒരിറ്റു കണ്ണുനീര് വീഴ്ത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആവശ്യമുള്ളതിനും അനാവശ്യത്തിനും കണ്ണുനീര് പൊഴിക്കാൻ തുള്ളികള് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പടച്ച തമ്പുരാന്റെ മുന്നില് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പാരാവാരങ്ങളെ ഓർത്തുകൊണ്ട് ഒരിറ്റു കണ്ണുനീര് നമ്മൾ വീഴ്ത്താൻ തയ്യാറായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? അള്ളാഹനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, പടച്ചവനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, നാളെ ജഹന്നമാകുന്ന നരകം മട്ടഹസിക്കുമ്പോ, ശത്രുക്കളെ കാണുമ്പോ നരകത്തിന്റെ ശത്രുക്കളാകുന്ന പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാത്ത അക്രമ സ്വഭാവമുള്ള മാലിന്യങ്ങളായി പ്രപഞ്ചത്തിന് ഭൂമിയിലൂടെ ചവിട്ടുമതിച്ച് ജീവിച്ചിട്ടുള്ള നരകത്തിന്റെ അവകാശികളെ നാളെ പ്രപഞ്ചത്തിന്റെ അധികാരി കൊണ്ടു നിർത്തുമ്പോ നരകമടാ വിശക്കുന്നു. എന്റെ ഭക്ഷണം തരൂ, എന്റെ ഭക്ഷണം തരൂ. വല്ലാത്ത അട്ടഹാസം നടത്തി കത്തിക്കാളുന്ന നരകത്തിനെ തണുപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, യാ ജിബ്രീൽ, ആ പാനീയം കൊണ്ടുവരുവോ? ആ
പാനീയം കൊണ്ടുവന്നേ കത്തിക്കാളുന്ന അട്ടഹസിക്കുന്ന ഈ നരകത്തിലേക്കും ഒഴുക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകമായ ഭീഭത്സമായ നരകത്തിന്റെ കത്തിക്കാളുന്ന അഗ്നിയിലേക്ക് ആ പാനീയം കൊണ്ട് തളിക്കുമ്പോ ആ നരകമങ്ങടങ്ങുകയാ, സമാധാനമുണ്ടാവുകയാ, നരകത്തിന്റെ ജ്വാലത ആ ജ്വലനം അങ്ങ് നിൽക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതാണ് പാനീയമെന്നറിയുവോ? പടച്ചവന്റെ സൃഷ്ടികൾ ഈ ഭൂമി ലോകത്ത് പടച്ചവനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. അല്ലാഹുവിന്റെ സൃഷ്ടികളെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ആ വിറങ്ങലിച്ച ചുണ്ടുകളും ഒലിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ. ആ കണ്ണുനീരാണ് പാനീയം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു നന്ദിയുള്ള ഒരു അടിമയ്ക്കുണ്ടാകേണ്ട ഒരു പ്രൈമറി പ്രവർത്തനമല്ലേ ഒരു 2 ലിറ്റർ കണ്ണുനീര് പടച്ചവന്റെ മുന്നിൽ. അത് വലിയ പവറാ, അത് വലിയ പവറാ. ചെറിയ പവറല്ല ഈ കണ്ണുനീരെന്നൊക്കെ പറഞ്ഞാൽ. അത് ആവശ്യമില്ലാത്തതിന് പ്രയോഗിക്കാനുള്ളതല്ല, അത് ആവശ്യമുള്ളതിന് പ്രയോഗിക്കാൻ പടച്ചവൻ തന്നതാ. നമ്മൾ ആലോചിച്ച് നോക്കി, 1,00,000 രൂപയുടെ ആവശ്യം നമുക്ക്. ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. 1,00,000 രൂപയുടെ ആവശ്യം നമുക്ക് വന്നു. 1,00,000 രൂപ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം നടക്കൂല. അല്ലാഹു തആല എണകളെ തേടുന്ന മുഴുവൻ ആളുകൾ, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ, എണകളെ തേടുന്ന മുഴുവൻ ആളുകൾ പടച്ച തമ്പുരാനെ എത്രയും പെട്ടെന്ന് നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ നല്ല പരിപക്വമായ ഇണകളെ കൊടുത്ത് പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ചൊരു സഹോദരൻ ദ്വാരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മകളുടെ വിവാഹം നടക്കണമെങ്കിൽ 1,00,000 രൂപ കിട്ടിയേ മതിയാവും. അന്നത്തെ ദിവസം വൈകുന്നതിന് മുമ്പ് 1,00,000 രൂപ. ശ്രദ്ധിക്കണേ, 1,00,000 രൂപ കിട്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ട മകളുടെ വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം നിലച്ച് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാ. പക്ഷേ 1,00,000 രൂപയുടെ മുകളിലാണ് വിവാഹം പൊതിക്കുന്നത്. പല വാതിലും പോയി മുട്ടി അല്ലേ? ഒന്നും പറഞ്ഞാൽ പറ്റില്ല, അത് വിഷയമായി പോയി. ഞാൻ ഉദാഹരണം മാത്രം പറയാം. പല വാതിലും പോയി മുട്ടി, ആരും തുറന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ആരും കണ്ടില്ല. അദ്ദേഹത്തിന്റെ വേദനയും വിലാപവും ആ വല്ലാത്ത ബേജാറും ഒരൊറ്റ കണ്ണിലും ഉൾക്കാഴ്ചയുണ്ടാക്കിയില്ല. അവസാനം 10 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് വെച്ചോ, ഈ 10 മിനിറ്റ് മാത്രം ശ്വാസമെടുപ്പ് കൂടുകയാ, ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുകയാ. വല്ലാതെ ഹൃദയം തപിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു സഹോദരൻ വന്നു. ആ സഹോദരനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഒരിക്കലും 50,000 രൂപ പോലും തന്ന് നിങ്ങളെ സഹായിക്കാനുള്ള ശേഷിയില്ലാത്ത സേമുഷയില്ലാത്തൊരു പാവപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആ അവസ്ഥയിൽ ബാബു ഹാലി, ആ അവസ്ഥയിൽ അദ്ദേഹം വന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് സുബ്ഹാനല്ലാഹ് 1,00,000 രൂപ കൊണ്ട് തരുകയാ. 1,00,000 രൂപ കൊണ്ട് തന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പണ്ടം വിറ്റിട്ടാ ഞാൻ പൈസ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വേദന എനിക്കറിയാം, നിങ്ങളുടെ ബേജാർ എനിക്കറിയാം. നിങ്ങളുടെ മകളെ എന്തെല്ലാം പ്രയാസം സഹിച്ചിട്ട് വിളിച്ചു കൂട്ടിയിട്ടുള്ള വിവാഹ ചടങ്ങ് നഷ്ടപ്പെടാൻ പോകുമ്പോ ഞാനും പെൺമക്കളുള്ള ഒരു പിതാവാ, എന്റെ മക്കൾക്കും വിവാഹം നടക്കാനുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, സന്തോഷത്തോടുകൂടി ഇത് വാങ്ങിക്കോ എന്ന് പറയുമ്പോ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഏതെങ്കിലും കണ്ണുകളുണ്ടോ? ആരാ സന്തോഷത്തിന്റെ അശ്രുക്കൾ? ആരാ സന്തോഷത്തിന്റെ അശ്രുക്കൾ പൊഴിക്കാത്തത്? ചിന്തിക്കണേ. ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട ഒരാളൊരു സഹായം ചെയ്തപ്പോൾ അയാളോടുള്ള നന്ദി പ്രകടനമുണ്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പുണർന്ന് കണ്ണീരിൽ ചാലിച്ച സന്തോഷ വർത്തമാനങ്ങൾ പറയുമ്പോ ഒന്നാലോചിക്കാ, പടച്ച തമ്പുരാന്റെ മുന്നിൽ 2 കണ്ണുനീര്. നമ്മൾ മുസ്ലിങ്ങളല്ലേ? നമ്മുടെ ഉടമസ്ഥനെ കുറിച്ചല്ലേ പറയുന്നത്? നമ്മുടെ യജമാനെ കുറിച്ചല്ലേ പറയുന്നത്? നമ്മൾ എന്താണോ, നമ്മൾ ആരാണോ, നമ്മൾ എന്താവണം എന്നൊക്കെ തീരുമാനിച്ച തമ്പുരാൻ, ഈ ലോകത്തെ സംവിധാനിച്ച തമ്പുരാന്റെ കോടാന കോടി അനുഗ്രഹങ്ങൾ
ഒന്ന് ആലോചിച്ച് നോക്കിയ പറഞ്ഞാൽ തീരുവോ? ഒരു ഉദാഹരണം പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞു. പറഞ്ഞൊരു ഉദാഹരണം, തസലസുൽ ദൗർ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞു അല്ലേ, ഒരു നന്ദിയായിട്ട് അൽഹംദുലില്ലാ പടച്ചവൻ. ഇതാരാ പറയാൻ തൗഫീഖ് കൊടുത്തത്? ഇതാരാ തൗഫീഖ് കൊടുത്തത് ഈ അൽഹംദുലില്ലാ പറയാൻ?